സ്വന്തം അമ്മയുടെ മുന്നിൽ ദിവസങ്ങളോളം ജീവിച്ചിട്ടും അവളെ അമ്മ എന്ന് വിളിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടി. അതെ, അതാണ് മഴത്തോരും മുൻപേ എന്ന നോവലിന്റെ ഹൃദയം തകർക്കുന്ന കഥ. ഒരു പെൺകുട്ടിയുടെ ജന്മരഹസ്യം, ഒരു അമ്മയുടെ കണ്ണീർ, ഒരു യുവാവിന്റെ ആത്മാർത്ഥ പ്രണയം. ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയ നോവലുകളിൽ ഒന്നായി മാറി മഴത്തോരും മുൻപേ. നമസ്കാരം സുഹൃത്തുക്കളെ, പോപ്കോൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോയ്സിയുടെ പ്രശസ്ത നോവലായ മഴത്തോരും മുൻപേയുടെ ആദ്യ ഭാഗത്തെ കുറിച്ചാണ്. അലീന സ്നേഹത്തിനായി കൊതിച്ചു വളർന്ന ഒരു പെൺകുട്ടി. അവൾക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്. പക്ഷേ അവർ ആരാണെന്ന് അവൾക്ക് അറിയില്ല. അനാഥാലയത്തിലെ ഏകാന്തതയിൽ വളർന്ന അലീനയുടെ ജീവിതം മാറി മറയുന്നത് ഒരു സത്യം അറിഞ്ഞ ശേഷമാണ്. നിന്റെ അമ്മ ജീവനോടെയുണ്ട്. ആ ഒരു വാചകം അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്നു. പിന്നീട് അവൾ എത്തിച്ചേരുന്നത് സ്വന്തം അമ്മയുടെ വീട്ടിലേക്കാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് അതിലും വേദനാജനകമായ കാര്യമാണ്. സ്വന്തം അമ്മയായ വൈജയന്തി അലീനയെ തിരിച്ചറിയുന്നില്ല. മറിച്ച് പലപ്പോഴും അവളെ വെറുക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. ഈ രംഗങ്ങൾ വായിക്കുമ്പോൾ പല വായനക്കാരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ കഥയിലേക്ക് കടന്നു വരുന്ന മനുശങ്കർ, അലീനയുടെ വേദന മനസ്സിലാക്കിയ ഒരേ ഒരു മനുഷ്യൻ, അവളുടെ കണ്ണീരിന് പിന്നിലെ കഥ അറിയാൻ ശ്രമിച്ചവൻ. സൗഹൃദമായി തുടങ്ങിയ അവരുടെ ബന്ധം പതിയെ പ്രണയമായി മാറുന്നു. പക്ഷേ അവരുടെ മുന്നിൽ നിൽക്കുന്നത് കുടുംബരഹസ്യങ്ങളും വിധിയുടെ ക്രൂരമായ കളികളുമാണ്. ഭാഗം 1 അവസാനം എത്തുമ്പോൾ ഒരു ചോദ്യം മാത്രം മനസ്സിൽ ബാക്കി നിൽക്കും: അമ്മയും മകളും തമ്മിലുള്ള ഈ അകലം അവസാനിക്കുമോ? അതിന്റെ ഉത്തരം അറിയാൻ നമ്മളെ അടുത്ത ഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ അവസാനമാണ് ജോയ്സി ഒരുക്കിയിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ മഴത്തോരും മുൻപേ ഒരു പ്രണയകഥ മാത്രമല്ല, അത് അമ്മയും മകളും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ബന്ധത്തിന്റെ കഥയാണ്. വായനക്കാരനെ കരയിക്കുകയും ചിരിപ്പിക്കുകയും പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന ഒരു വികാരയാത്ര.